You know a physical quantity which is called as length. Length എന്ന് പറയുന്ന ഒരു physical quantity ഉണ്ട്. Can you say the SI unit of length? Length ന്റെ SI unit എന്താ? What's the SI unit of length? Length ന്റെ SI unit. പറയ്. What is the SI unit of length? What is the SI unit of length? Meter. Meter. The SI unit of length is meter. Okay. What is the dimensional formula of length? Length in the dimensional formula. Length എന്ന് പറയുന്ന physical quantity യുടെ SI unit meter ആണ്. Dimensional formula. It is capital letter L. അപ്പൊ ഞാനിപ്പോ പറയുന്ന കുറെ ആൾക്കാരുടെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വെക്കും. Length in the dimensional formula capital letter L. Length in the SI unit meter. ഇപ്പം ആദ്യമായി കേൾക്കുന്ന ആൾക്കാരാണെങ്കിലും ഇതൊന്ന് ഓർത്തു വെക്കാം. Length in the SI unit meter dimensional formula L. Mass in the SI unit kilogram. അറിയില്ലേ? What's the dimensional formula of mass? What is the dimensional formula of mass? അറിയുന്ന ആൾക്കാർ പറയും. Capital M. Capital M. Capital letter M is the dimensional formula of mass. Any time എന്ന് പറയുന്ന ഒരു physical quantity ഉണ്ട്. Time in the SI unit second. The dimensional formula of time it is capital letter T. ഓർമ്മല്ലേ? Capital letter T. Capital letter T ആരാണ്? Time in the dimensional formula. Capital letter M ആരാണ്? Mass in the dimensional formula. Capital letter L ആരാണ്? Length in the dimensional formula. അങ്ങനെയാണെങ്കിൽ what is the dimensional formula and SI unit of area? ഏരിയയുടെ SI യൂണിറ്റും dimensional ഫോർമുലയും എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയതുകൊണ്ട് ഏരിയയുടെ SI യൂണിറ്റ് മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ. Meter into meter, that is meter square. Can you say the dimensional formula of area? അതൊക്കെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ? L square. L square of area is L square. L square is the dimensional formula of area. Then വോളിയത്തിനെ കണ്ടുപിടിക്കുക ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ വോളിയത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ക്യൂബ്. വോളിയത്തിന്റെ dimensional formula എന്താണ്? വോളിയത്തിന്റെ dimensional formula. What is the dimensional formula of volume? What is the dimensional formula of volume? L cube. Length. L cube. L cube. Yes, L cube is the dimensional formula of volume. Density എന്ന് പറയുന്ന ആളെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. Did I say the SI unit and dimensional formula of density in our video lesson? വീഡിയോ ലെസണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഡെൻസിറ്റി എന്ന് പറയുന്നതിനെ റോ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുക. ഡെൻസിറ്റി ഈസ് ബൈ വോളിയം. നിങ്ങളുടെ വോളിയം കേൾക്കുന്നുണ്ടോ? ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം ആണെങ്കിൽ മാസിന്റെ SI യൂണിറ്റ് എന്താ? മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം. വോളിയത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ക്യൂബ് അല്ലെ? മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. വോളിയത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ക്യൂബ്. അതുകൊണ്ട് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബ് ഡിവൈഡഡ് ആണെങ്കിൽ മേലോട്ട് എത്തുമ്പോൾ മീറ്റർ റേസ്റ്റ് -3. കിലോഗ്രാം മീറ്റർ റേസ്റ്റ് -3 ഇത് അതിന്റെ SI യൂണിറ്റ് ആണോ ഡയമെൻഷണൽ ഫോർമുല ആണോ? കിലോഗ്രാം മീറ്റർ റേസ്റ്റ് -3 SI യൂണിറ്റ് ആണോ ഡയമെൻഷണൽ ഫോർമുല ആണോ? ഡയമെൻഷണൽ ഫോർമുല. ഡയമെൻഷണൽ ഫോർമുല അല്ല, SI യൂണിറ്റ് ആണ്. കിലോഗ്രാം മീറ്റർ -3 എന്ന് പറയുന്നത് അതിന്റെ SI യൂണിറ്റ് ആണ്. SI യൂണിറ്റ്
ലെങ്ത്തിന്റെ SI യൂണിറ്റ് മീറ്റർ അല്ലേ, മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം അല്ലേ, അപ്പൊ ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് ആണ് എന്ത്, കിലോഗ്രാം മീറ്റർ റേസ് ടു -3, കിലോഗ്രാം മീറ്റർ റേസ് ടു -3. ഡയമെൻഷണൽ ഫോർമുല ആണെങ്കിൽ, if you are speaking about the dimensional formula, it is kilogram എന്ന് പറയുന്നത് മാസ് ആണ്, അപ്പൊ ക്യാപിറ്റൽ ആണ്. മീറ്റർ റേസ് ടു -3 എന്ന് പറയുന്നത് ലെങ്ത് റേസ് ടു -3 ആണ്, therefore L റേസ് ടു -3. Then you say what is the dimensional formula of density? What is the dimensional formula of density? Density യുടെ dimensional formula എന്താണ്? What is the dimensional formula of density? What's the dimensional formula of density? Correct. ml minus 3. ml raised to -3. ml raised to -3 ആണ് density യുടെ dimensional formula. Clear അല്ലേ? Clear. ഇനി അടുത്തത് നമ്മളിപ്പം എന്ത് ചെയ്യുക, ഡെൻസിറ്റി എന്താണ്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അടുത്തത് നമ്മളുടെ വെലോസിറ്റി. വെലോസിറ്റിയുടെ SI യൂണിറ്റ് എന്താ? വാട്ട് ഇസ് ദ SI യൂണിറ്റ് ഓഫ് വെലോസിറ്റി? മീറ്റർ സെക്കൻഡ് റേസ് ടു -1. മീറ്റർ സെക്കൻഡ് റേസ് ടു -1 പറഞ്ഞിട്ടില്ലേ? Did I say the SI unit of velocity? പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? Did I say the SI unit of velocity? വെലോസിറ്റിയുടെ SI unit. വെലോസിറ്റിയുടെ SI യൂണിറ്റിനെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോ ലെസണിൽ പറഞ്ഞിട്ടുണ്ടോ? Yes sir, yes sir. Yes sir. അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? വാട്ട്സ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വെലോസിറ്റി? വാട്ട് ഇസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വെലോസിറ്റി? LT raised to -1. LT raised to -1. It is the dimensional formula of velocity. Okay. Therefore, the dimensional formula of velocity is LT raised to -1. Then acceleration. Acceleration's SI unit. What's the SI unit of acceleration? SI unit of acceleration. Meter second raised to -2. I think we have mentioned it in our normal video lesson. Did we? Is there any person in this class who doesn't follow Malayalam, who don't know Malayalam? Is there anyone in this class who don't know Malayalam? Because I'll be taking class both in English and Malayalam. If you are not able to follow Malayalam, you should mention it. Is there anyone who cannot understand Malayalam in this? That is there any No, sir. from another state? Or if you are from another state also, if you can follow Malayalam, then there's no problem. But if you don't follow Malayalam, you should mention that. Is there any person in this group? No. Okay, then we'll be using both English and Malayalam in our normal class. Then acceleration, the SI unit of acceleration is meter second raised to -2. Then dimensional formula is LT raised to -2. ഇത് ഞാൻ മെൻഷൻ ചെയ്തല്ലേ? മെൻഷൻ ചെയ്തതാണോ? Yes sir. Yes sir. Then let us speak about force. Let's speak about force. What is the SI unit of force? What is the SI unit of force? I think I have mentioned it in our video. Should I give you? Yeah, SI unit of force is Newton. Newton ആണ് SI unit of force. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. Can you recall the dimensional formula of force? The dimensional formula of force. MLT raised to -2. MLT raised to -2. Yes, MLT raised to -2. It is the dimensional formula of force. Then work. What is the SI unit of work? Work in the SI unit. What is the SI unit of work? SI unit of work. Joule. Joule is the SI unit of work, and the dimensional formula of work, it is, what's the dimensional formula of work? What is the dimensional formula of work? M
Complete it. L square t raised to minus 2. ml square t raised to minus 2. Yes, that's the dimensional formula of work. Then next is power. What is the SI unit of power? What's the SI unit of power? What is the SI unit of power? The question itself is the answer for that. What's the SI unit of power? What? What is the SI unit? What? What and power and SI unit. What's the dimensional formula of power? Can you say the dimensional formula of power? Dimensional formula of power. അത് നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ? വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, അത് പറയണോ? ml square t raised to minus 3. ml square t raised to minus 3. This is the dimensional formula of power. Then let's speak about pressure. What is the SI unit of pressure? What is the SI unit of pressure? What is the SI unit of pressure? Pressure. Did I speak about pressure? Pascal. Yes, Pascal. Pascal. SI unit of pressure. It is denoted as capital P, small a. Can you say the dimensional formula of pressure? The dimensional formula for pressure. Dimension. ml raised to minus 1 t raised to minus 2. ml raised to minus 1 t raised to minus 2. Yes, that is the dimensional formula for pressure. Pressure. Then, do you know momentum? Momentum. Momentum പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടോ? Momentum എന്ന് പറയുന്ന physical quantity നെ momentum എന്ന് പറയുന്നത് Yes, sir. P എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. Yes, then can you say the SI unit and dimensional formula of momentum? Momentum പറ്റി അറിയില്ലെങ്കിൽ ശ്രദ്ധിച്ചോ. Momentum എന്ന് പറയുന്നത് it is obtained by the formula mass into velocity. Momentum കിട്ടുന്നത് എങ്ങനെയാണ്? Mass into velocity ചെയ്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പറയും what's the SI unit of momentum? The SI unit for momentum, it will be mass in the SI unit kilogram. Velocity the SI unit. What is the SI unit for velocity? It is meter second raised to minus 1. Therefore, kilogram meter second raised to minus 1. Kilogram meter second raised to minus 1 is the SI unit for what? It is the SI unit for momentum. Momentum. Okay. Then what's the dimensional formula for momentum? What is the dimensional formula for momentum? Mass in the dimensional formula എന്താണ്? Mass in the dimensional formula m ആണ്. ശരിയല്ലേ? Velocity in the dimensional formula എന്താണ്? The dimensional formula of velocity is LT raised to minus 1. Therefore, MLT raised to minus 1 ഇതാണ് ആരെ dimensional formula. ആരെ dimensional formula പറയേ. Momentum. അപ്പം നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷണൽ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? Did we find out the dimensional formula for gravitational constant? Say yes or no. Yes. Then F is equal to G capital M small m divided by R square ആയിരുന്നു universal law of gravitation formula. അതുകൊണ്ട് G is equal to FR square divided by capital M small m നമുക്ക് വേണം എഴുതാം. ഇവിടെ G നെ മാത്രം വെച്ച് ബാക്കിയുള്ളവരെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അങ്ങനെയാണെങ്കിൽ the SI unit of gravitational constant force ന്റെ SI unit എന്താ? Force ന്റെ SI unit ന്യൂട്ടൺ. അതുകൊണ്ട് ന്യൂട്ടൺ ഡിസ്റ്റൻസ് സ്ക്വയറിന്റെ SI യൂണിറ്റ് എന്താ? ഡിസ്റ്റൻസ് സ്ക്വയറിന്റെ SI യൂണിറ്റ് ആണെങ്കിൽ മീറ്റർ സ്ക്വയർ അല്ലെ? പിന്നെ മാസിന്റെ SI യൂണിറ്റ് ആണെങ്കിൽ മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം, ദാറ്റ് ഇസ് കിലോഗ്രാം സ്ക്വയർ. അതുകൊണ്ട് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ് ടു മൈനസ് 2 കിലോഗ്രാം സ്ക്വയർ മേലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ദിസ് ഇസ് ദ SI യൂണിറ്റ് ഓഫ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. The dimensional formula of gravitational constant was obtained by F, force in the SI dimensional formula. Force in the dimensional formula. What's the dimensional formula of force? It is MLT raised to minus 2. Therefore,
ml t raised to minus 2 r square എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് സ്ക്വയറിന്റെ ഡയമെൻഷണൽ ഫോർമുല l square. Capital M into small m ആണ് mass into mass ആണെങ്കിൽ m into m square അല്ലേ? അങ്ങനെയാണെങ്കിൽ m ഉം m square കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും പറയും? What will we be having in the numerator? m raised to എത്രയാണ്? m raised to എത്രയാണ്? -1 m raised to -1 m divided by m square എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക? m raised to 1 minus 2 കിട്ടുക. m raised to 1 minus 2 എന്ന് പറയുന്നത് m raised to -1 അല്ലേ? ആണ്. l into l square ആണെങ്കിൽ l raised to എത്രയാ കിട്ടുക? What's the answer? l into l square l raised to എത്രയാ? l raised to 3 അല്ലേ? പിന്നെ t ഒറ്റയാളല്ലേ ഉള്ളൂ, അപ്പൊ t raised to -2. Therefore m raised to -1 l cube t raised to -2. This was the dimensional formula of gravitational constant. കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇനി ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിന്റെ ഡയമെൻഷണൽ ഫോർമുല ആണെങ്കിലും കണ്ടുപിടിക്കാം. നമുക്ക് ഒരു ഇക്വേഷൻ തന്നാൽ മതി. വെറുതെ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുകയാണ്. If I am taking an example for you, impulse എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. എന്ത്? ഇമ്പൾസ്. എന്താണെന്ന് നിങ്ങൾ തൽക്കാലം ബോധർ ചെയ്യണ്ട. ഇമ്പൾസ് എന്ന് പറയുന്നത് കിട്ടുക ഫോഴ്സ് ഇൻടു ടൈം ചെയ്താലാണ്. Therefore, can you say the SI unit and dimensional formula for impulse? Impulse-ന്റെ SI യൂണിറ്റും ഡയമെൻഷണൽ ഫോർമുലയും പറയാൻ പറ്റുമോ? അതിനെന്ത് ചെയ്യണം? In order to say the SI unit, what is the SI unit of force? Force-ന്റെ SI unit എന്താ? Newton. Time-ന്റെ SI unit എന്താ? Second. അപ്പം impulse-ന്റെ SI unit എന്താ? Newton second. Doubt ഉണ്ടോ? Are you having any confusion? No, sir. Then what's the dimensional formula of impulse? Dimension of impulse എന്താ? Force in the dimensional formula പറയും. ml t raised to -2. Time in the dimensional formula t. അപ്പം നമുക്ക് എന്ത് കിട്ടും? t raised to -2 into t. t raised to -2 into t ആണെങ്കിൽ what's the answer? ml t raised to എത്ര? പറയും. കംപ്ലീറ്റ് ചെയ്യും. ml t raised to -1. Therefore, the dimensional formula for impulse is ml t raised to -1. Is it clear? For all of you? Yes, sir. Yes. അപ്പൊ നമ്മൾ കുറെ ഇമ്പോർട്ടന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ പറഞ്ഞു. ഇനിയിപ്പോ വെറുതെ ഞാൻ ഇങ്ങനെ പറയാണ്, x എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്കിപ്പം a എന്ന് പറയുന്ന ഒരു വേണ്ട, എന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്കിവിടെ എന്താണ് z എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ കിട്ടുന്നുണ്ട്. z എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ കിട്ടുന്നത് ft square divided by w cube ചെയ്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ what is the dimensional formula of z? z ന്റെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ ഇവിടെ ചെയ്യാം? z എന്തെങ്കിലും ആയിക്കോട്ടെ, z എന്ന് പറയുന്നതിനെ കിട്ടുന്ന ft square divided by w cube ചെയ്തിട്ടാണ്. അങ്ങനെയാണ് വാട്ട്സ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് z? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ നോക്കുക. വാട്ട്സ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ്? ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ് is ml t raised to -2. Can you recall it? What is t square? It is time square. Therefore, what's the dimensional formula of t square? Dimensional formula of t square is t square. Then divided by what is w cube? W cube is work cube. Therefore, what is the dimensional formula of work? What's the dimensional formula of work? Right. What's the dimensional formula of work? Work in the dimensional formula m l square t raised to -2. Then dimensional formula of work ഓർമ്മണ്ടോ? Dimensional formula of work ml square t raised to -2 ഓർമ്മല്ലേ? Therefore, ഇവിടെ w ആണോ w cube ആണോ? w cube ആണ്. അപ്പം w cube ആയതുകൊണ്ട് ml square t raised to -2 whole cube. Is it clear? Is this clear?
that is equal to നമുക്ക് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ml അതേമാതിരി തന്നെ നിൽക്കട്ടെ. ഇനി ഇവിടെ ഞാൻ ചോദിക്കട്ടെ t raised to minus 2 into t square അല്ലെങ്കിൽ അതേമാതിരി തന്നെ കിടന്നോട്ടെ. ലാസ്റ്റിലേക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ഇതിനെ t raised to minus 2 എന്ന് എഴുതി, ഇവിടെ t square എന്ന് എഴുതി. What is ml square t raised to minus 2 whole cube? ml square t raised to minus 2 whole cube ആണ് എന്ത് കിട്ടും? ml square t raised to minus 2 whole cube ആണെങ്കിൽ m cube l raised to 2 cube. l raised to 2 cube എന്ന് പറയുന്നത് എന്ത് കിട്ടും? l raised to 2 into 3. 2 into 3 6 അല്ലേ? t raised to minus 2 whole cube. t raised to minus 2 whole cube ആണെങ്കിൽ t raised to minus 6 അല്ലേ? ഓർമ്മല്ലേ? x raised to a whole raised to b എന്താ? x raised to ab ആണ്. അങ്ങനെയാണെങ്കിൽ l square raised to 3 എന്ന് പറയുന്നത് l raised to 2 into 3. That is l raised to 6 അല്ലേ? t raised to minus 2 whole raised to 3 എന്ന് പറയുന്നത് t raised to minus 2 into 3. That is t raised to minus 6. Is it clear? Is this clear to you? Yes, sir. Yes. Then what is m divided by m cube? What is m divided by m cube? m divided by m cube ആണെങ്കിൽ m raised to 1 minus 3. m raised to 1 minus 3 is m raised to 1 minus 3 is എന്താണ്? m raised to minus 2 അല്ലേ? 1 minus 3 is minus 2. ഡൗട്ട് ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടോ? What is L divided by L raised to 6? What is L divided by L raised to 6? What is L divided by L raised to 6? L divided by minus 6 is L raised to 1 minus 6. L raised to 1 minus 6 is L raised to minus 5. Then we are having t square t raised to minus 2 into t square divided by t raised to minus 6. t raised to minus 2 into t square divided by t raised to minus 6. അതിനെ നമുക്ക് വേണേ എങ്ങനെ എഴുതാം? t raised to minus 2 into t square divided by t raised to minus 6 നെ into ആക്കിയിട്ട് t raised to 6 എന്നാക്കാം. എല്ലാവരും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതെന്ത് കിട്ടും? t raised to minus 2 plus 2 plus 6 അല്ലേ? അതായത് t raised to 6. Did you understand the simplification? t raised to minus 2 into t square divided by t raised to minus 6 എന്ത് കിട്ടും? We will get t raised to 6. Is this clear? Clear? Clear ആണോ? Yes, sir. Yes. Therefore, the dimensional formula of set is this. Set എന്താണെന്ന് ഞാൻ വെറുതെ വിധവാൻ തന്നാം. ഇനിയിപ്പോ വെറുതെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്. t minus 6 ആണോ? t raised to 6 ആണ്. t raised to 6 ആണ് വരിക. എന്താ minus 6 ആവാൻ? നീ ചോദിച്ചത് ഇപ്പൊ minus 6 ആണോ എന്നാണോ? അല്ല ഫൈനൽ ആൻസർ 6 ആണ്. എന്താ minus 6 വരാൻ? ഇവിടെ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിൽ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് അല്ലേ? അല്ലേ? x raised to a into x raised to b divided by x raised to c ആണെങ്കിൽ x raised to a plus b minus c. അപ്പൊ t raised to minus 6 മേലോട്ട് എടുക്കുമ്പോൾ t raised to 6 ആവും. ഓക്കെ. ഇനിയിപ്പോ y is equal to ഞാൻ വെറുതെ പറയട്ടെ f square t divided by w ആണ് വെച്ചു. അപ്പൊ y ന്റെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും? വാട്ട്സ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് y? f square ആണെങ്കിൽ ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല ml t raised to minus 2 the whole square. ml t raised to minus 2 the whole square അല്ലേ? പിന്നെ t യുടെ ഡയമെൻഷണൽ ഫോർമുല t തന്നെ. വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല ഇറ്റ് ഈസ് ml square t raised to minus 2. മറന്നുപോയില്ലല്ലോ? ഇല്ല. Then if you are expanding this bracket you will get m square L square t raised to minus 2 whole square. t raised to minus 2 whole square എന്ന് പറഞ്ഞാൽ t raised to minus 2 into 2. t raised to minus 2 into 2 t raised to minus 4. പിന്നെ ഇവിടെ ഒരു t ഉണ്ട്. ഈ t നെ ഇവിടെ എടുത്ത് എഴുതി. ഡിവൈഡഡ് ബൈ താഴെയുള്ള അതേമാതിരി തന്നെ ഇതാ ml square t raised to minus 2. ക്ലിയർ അല്ലേ? ആണ്. Then m square ഇവിടെ ഉണ്ട്, ഒരു m ഇവിടെ ഉണ്ട്, വേറെ m ഒന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പൊ m square divided by m. What is m square divided by m? m square divided by m is m raised to 2 minus 1. m raised to 2 minus 1 എന്നാണ് m raised to 1 അല്ലേ?
അല്ലേ? ആണ്. എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ. എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ആണ്. രണ്ട് രീതിയിൽ പറയാം. എൽ സ്ക്വയർ വെട്ടിപ്പോന്ന് പറയാം. അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ വേണേ എന്ത് ചെയ്യാം? L square divided by L square, it could be written as L raised to 2 minus 2, L raised to 2 minus 2, L raised to 0, L raised to 0. Any number raised to 0 എന്ന് പറയുന്നത് എന്താ? 1. ഏത് നമ്പറിനെയും raised to 0 എഴുതുകയാണെങ്കിൽ അത് 1 ആണ്. raised to 0 എഴുതാണ് 1. അപ്പം into 1 വേണേ എഴുതാം. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. 10 into 1 എന്താ? 10 ആണ്. 20 into 1 എന്താ? 20 അല്ലെ? അപ്പം into 1 എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഞാൻ അവിടെ എഴുതിച്ചു. പിന്നെ അടുത്തത് next is t raised to minus 4 into t divided by t raised to minus 2. t raised to minus 4 into t divided by t raised to minus 2 ആണെങ്കിൽ t raised to minus 4 plus 1 ഇത് മേലോട്ട് എടുക്കുമ്പോൾ plus 2. ശരിയല്ലേ? This is clear? Yes. Then m raised to 1 പറയ് m raised to 1 t raised to എന്ത് 4 plus 1 അല്ല minus 4 plus 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -3 ആയി. -3 plus 2 -1 അല്ലേ? ആണോ? അപ്പൊ m raised to 1 t raised to -1 is your answer. ആണോ? അല്ലേ? L പോയി. ഇവിടെ L square L raised to 0 എന്ന് വേണേ എഴുതാം. ഇതിനെ വേണമെങ്കിൽ m raised to 1 L raised to 0 t raised to -1 ഇങ്ങനെയും വേണേ എഴുതാം. ഇനി L raised to 0 എന്ന് പറയുന്നത് എന്താ? 1 ആണ്. L raised to 0 എന്ന് പറയുന്നത് 1 ആണെങ്കിൽ പിന്നെ അത് into 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി വേണേ ഇത് നോക്കിയോ? എഴുതിയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിന് വേണേ ഇല്ലേ? ഇത് വെലോസിറ്റിയുടെ SI യൂണിറ്റ് എന്താ? വെലോസിറ്റിയുടെ SI യൂണിറ്റ് മീറ്റർ സെക്കൻഡ് റേസ് ടു -1 ആണ്. ഡയമെൻഷൻ പോലെ LT റേസ് ടു -1. ഈ LT റേസ് ടു -1 ഒരാൾ പറയാണ് m raised to 0 L raised to 1 t raised to -1 എന്ന് പറഞ്ഞു. ഇത് തെറ്റാണോ? LT raised to -1 പകരം അവർ പറയാണ് m raised to 0 L raised to 1 t raised to -1. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. എന്താ ഇത് രണ്ടും ഒന്നാവുന്നത്? m raised to 0 എന്ന് പറയുമ്പോൾ അത് 1 ആണ്. ആ 1 ഇവിടെ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. L raised to 1 എന്ന് പറയുന്നത് L തന്നെയാണ്. L raised to 1 എന്ന് പറയുന്നത് L തന്നെയാണ് അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറയും? ഇതിനെ നമുക്ക് വേണം എങ്ങനെ എഴുതാം? m raised to 0 L raised to 1 t raised to -2 എന്ന് വേണം എഴുതാം. എഴുതിക്കൂടെ? Can we? അപ്പം ഇങ്ങനെയൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഇതില് നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാം. നമ്മളെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നമ്മളുടെ ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഈ സൂം സെഷൻ ഒരു 4 മിനിറ്റ് കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കീർത്തി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നോ? കീർത്തി, ക്യാൻ യു ഹിയർ മീ? കീർത്തി, വോയിസ് ഓൺ ആക്കിയിട്ട് യെസ് എന്ന് പറയും, അല്ലെങ്കിൽ ചാറ്റ് സെഷനിൽ യെസ് എന്ന് പറയും. ഓക്കെ, യെസ് സർ. ദിയ, യെസ്. ഡൗട്ട് ഉണ്ടോ? ഇതുവരെയുള്ള ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ദിയ? അദ്വൈത്. ഇതുവരെ ഭാഗത്ത് ഡൗട്ട് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ദേവി കൃഷ്ണ, can you hear me? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No. Amit. Yes sir. ക്ലിയർ അല്ലേ? Yes. അതിന് ഇവിടെ കാണുന്ന ഡിസ്പ്ലേ ചെയ്യുന്ന പേരുകളിൽ ഇനി ആരൊക്കെയാ പേര് വിളിക്കാത്ത? ഞാൻ കിരൺ.
Yes, sir. Yes. Aman. Aman അല്ലേ? Yes, sir. Aman. 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 Okay. Clear. Clear, sir. Harinarayan. Yes, sir. Clear. Sir, ഒരു കോമൺ ആയിട്ടുള്ള ഡൗട്ട് ആണ്. പറഞ്ഞോ. സർ, ഈ ഡിമെൻഷണൽ ഫോർമുലയുടെ ആവശ്യം എന്താ സർ? ഡയമെൻഷണൽ ഫോർമുലയുടെ ആപ്ലിക്കേഷൻസ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ എടുത്തു തരുന്നുണ്ടോ? അതിന്റെ വീഡിയോസ് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ആപ്ലിക്കേഷന്റെ ആയിട്ടുള്ള വീഡിയോ ഹോമോജിനിറ്റി അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി പറയാനുണ്ട്, അത് നമുക്ക് പറയാം. അതിന്റെ ആവശ്യങ്ങൾ നമ്മൾ ഇപ്പൊ 2-3 ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിനെ ഞാനിപ്പം നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളിൽ പറയും. ഓക്കെ, അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് അയച്ചിട്ടില്ലല്ലോ? അങ്ങനെയാണെ വരും. പറയാട്ടോ. അപ്പൊ എന്തായാലും ഇനി പറയാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള ഡൗട്ട് ഉണ്ടേ പറഞ്ഞോ. 1 മിനിറ്റ് കൂടി ഉള്ളൂ. ഇപ്പം ഈ മിനിറ്റ് കഴിഞ്ഞിട്ട് വീഡിയോ കഴിയും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, നിങ്ങൾ ടെലിഗ്രാം എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോമൺ ആയിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ എല്ലാ സ്റ്റുഡൻസിനും കൂടി വെച്ചിട്ട് നിങ്ങൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ഞാൻ ഈ വീഡിയോസ് ഇട്ട് തരും. നമ്മളുടെ ഈ ക്ലാസിന്റെ റെക്കോർഡഡ് വീഡിയോ ഞാൻ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് തരും. ഓക്കെ, ക്ലിയർ? Yes. Okay, then we'll stop our class right over here. Bye. Sir, ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്യണ്ടല്ലേ? ബൈ ഹാർട്ട് ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്യണം. Okay.